ഫ്രണ്ട്സ്, ഇന്ന് എഴുന്നേറ്റ പ്ലാൻ അറിയുന്നു. ഇന്ന് അമ്മ ഇല്ല ഇവിടെ. അപ്പം ഞാൻ എന്തിനു വെറുതെ ഇരിക്കണം, നമുക്ക് ഇന്നൊരു ഫുൾ ഓഫ് 1 ഡേ എടുത്തേക്കാന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ദീപാവലിയാണ്. അത് കാരണം ഞങ്ങൾക്ക് അവധിയാണ്, ഫ്രീ 3 ദിവസത്തേക്ക്. 3 ദിവസം തിരക്കായതിനാൽ എൻ്റെ മുറി ഇച്ചിരി അലങ്കോലമായിട്ട് കിടക്കും. നമുക്കപ്പോൾ അതിന് തന്നെ അതങ്ങ് വൃത്തിയാക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതങ്ങോട്ട് വൃത്തിയാക്കാം. ഓക്കെ, മാക്സിൻ്റെ ബുക്കാ കണ്ടോ. ഇത് ബാങ്കിൾസ് ഇടാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ഇത് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇതങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. വലിയ അലങ്കോലമൊന്നുമില്ല. ഈ ഒരു സാധനം മാത്രമേ ഉള്ളായിരുന്നു അലങ്കോലമായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതടുക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ഉണങ്ങാത്ത തുണി എടുത്ത് അകത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് പോയി പുറത്ത് വിരിച്ചിട്ട് വരാം. നല്ല വെയിലുണ്ട് കണ്ടോ. തുണിയൊക്കെ വിരിച്ചിട്ട് വന്നു. അപ്പോഴാണ് ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കലോത്സവത്തിൻ്റെ പരിപാടികൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംസ്കൃതം ഒരു കഥാകഥനം കണ്ടോ. ഇത്രയും. പിന്നെ ഇംഗ്ലീഷ് സ്കിറ്റ്, പിന്നെ സംസ്കൃത നാടകം. ഇത്രയാണുള്ളത്. പഠിച്ചിട്ട് കാണാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 1 മണിയായിരുന്നു. പിന്നെ പോയി ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു പടം വരച്ചതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെയും വരച്ച് ഞാൻ പൂർത്തിയാക്കി കാണിച്ചു തരാവേ. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഓക്കെ, ഇതാണ് ഞാൻ വരച്ചത് കണ്ടോ. പിന്നെ ഞാൻ 2-3 പടമുണ്ട്, ഞാൻ വരച്ചതൊക്കെ കാണിച്ചു തരാം. ഇതൊരു ആവക്കാഡോയുടെ ഒരു പടം, പിന്നെ ഒരു ക്യാമറ, ഒരു കണ്ണ്, പിന്നെ ഒരു എനിമേഴ്സിൻ്റെ ഒരു ഫോട്ടോ കണ്ടോ. ഇത്രയും ഫോട്ടോയാണ് ഞാൻ വരച്ചത്. നിങ്ങൾക്കിതൊക്കെ വരയ്ക്കണമെങ്കിൽ ഒരു എയർ ഡ്രോയിങ്ങിൽ നോക്കി വരയ്ക്കാം. നല്ലൊരു ആപ്പാണ്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ വരച്ച് കഴിഞ്ഞ് പിന്നെ ഒരു സമയം 3 മണി ഒക്കെയായി. ഇനി 4 മണി 4:30 ആകുമ്പോൾ എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ദീപാവലിക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഒന്നുമില്ല, ചട്ടി നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ മെഴുകുതിരി കത്തിക്കാമെന്ന് വെച്ച് അലമാരി തുറന്നപ്പോൾ മെഴുകുതിരി കണ്ടു. ഓക്കെ, അത് വെച്ചാണ് കത്തിക്കുന്നത്. അത് മതി. 1 കിൻഡൽ മെഴുകുതിരിയുണ്ട്. ഇത്രയൊക്കെ വെച്ച് നമുക്ക് കത്തിക്കാം. 4 മണിയായി. കുളിച്ചു. ഇനി റെഡിയായിട്ട് ട്യൂഷന് പോകണം. ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഓക്കെ, ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് പോയി ദീപാവലിക്കുള്ളത് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു മെഴുകുതിരി കത്തിക്കാം. ഓക്കെ, മഴച്ചാലിലുണ്ട്. കണ്ടോ, കെട്ടുപോകാറായി ഇങ്ങനെ നിൽക്കുന്നു. എന്നാലും നമ്മൾ കത്തിക്കാം. നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല, ബ്ലറായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ തന്നെ ചുരണ്ടണം, അതാ പ്രശ്നം. മെഴുകുതിരി എത്തിച്ചു കഴിഞ്ഞ് അമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ ഇറങ്ങി, നീ ചുരണ്ടാങ്കിൽ ചെയ്താൽ മതിയെന്ന്.
ഇതിരിക്കാത്ത എന്താ? മഴയും പെയ്യുന്നു. ഇത് ടോട്ടൽ ഇവിടുന്ന് ഇങ്ങനെ മൊത്തം വെച്ചിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബ്ലറായിട്ടായിരിക്കും കാണുന്നത്, കാരണമാണ് ഞാൻ ഫോട്ടോ സ്പിൻ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.